സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഈ വർഷം മാത്രം രോഗം ബാധിച്ചത് 170 പേർക്ക്. 41 പേരുടെ മരണവും സ്ഥിരീകരിച്ചു. രോഗം വ്യാപിക്കുന്നതിൽ പാരിസ്ഥിതിക മാറ്റം അടക്കമുള്ള പഠനങ്ങളിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ഒന്നിടവിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെയും ആരോഗ്യവകുപ്പ് യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. പഠനം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഈ വർഷം മാത്രം രോഗം ബാധിച്ചത് 170 പേർക്കാണ്. അതിൽ 41 പേർ മരണപ്പെട്ടിട്ടുമുണ്ട്. രോഗ ഉറവിടം കണ്ടെത്താനാകാത്തത് വലിയ പ്രതിസന്ധിയാണ് ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 40 ദിവസമായി ചികിത്സയിലായിരുന്ന ആനാട് ഇരിഞ്ചയം സ്വദേശിനി വിനയ മരണപ്പെട്ടിരുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് ആദ്യം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇവർ ബുധനാഴ്ച രാത്രിയോടെയാണ് മരണപ്പെട്ടത്. രോഗ ഉറവിടം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. വിനയുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതുപോലെ നിരവധിയിടങ്ങളിൽ ഈ സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടുപോയതല്ലാതെ ഫലങ്ങൾ ഒന്നും തന്നെ പുറത്തുവരുന്നില്ല എന്നത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നു. കൃത്യമായ കണക്കുകൾ പോലും ആരോഗ്യവകുപ്പ് പുറത്തുവിടാത്തതും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. പാരിസ്ഥിതിക മാറ്റമടക്കം പഠനവിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ പഠനം എവിടെയെത്തി എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ജനം, തിരുവനന്തപുരം.